ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഒരു ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൊരു വർക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചർച്ചിലെ കൊയർ ഗ്രൂപ്പിൻ്റെ ഒരു കരോൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു ഡ്രസ് കോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ നേരിട്ട് തന്നെ പോയി മെഷർമെൻ്റ് എടുത്തിട്ട് മെറ്റീരിയൽ നമ്മളതിനെ പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അവർക്ക് ഡെലിവറി ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഈ ഒരു മെറ്റീരിയൽ നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഷോപ്പുകളിലെല്ലാം അന്വേഷിച്ച് മെയിൻ ടൗണുകളിലുള്ള ഷോപ്പുകളിലെല്ലാം നേരിട്ട് പോയി അന്വേഷിച്ച് കിട്ടാതെ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഓർഡർ കൊടുത്ത് അവർ അത് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരികയായിരുന്നു. അതുപോലെ നമ്മളൊരു വർക്ക് കസ്റ്റമറിന് ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പം നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പർച്ചേസിങ്, അതായത് മെറ്റീരിയൽ പർച്ചേസിങ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ കസ്റ്റമറിന് അപ്ഡേറ്റ് ചെയ്യണം. കാരണം ഒരു വർക്ക് നമ്മൾക്ക് കിട്ടുന്നത് നമ്മൾ അഥവാ മെഷർമെൻറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ അവർ നമുക്കൊരു ഓർഡർ തരുന്ന ഡേറ്റ് മുതലാണ് കസ്റ്റമർ കണക്ക് കൂട്ടുന്നത്. എന്നാൽ നമ്മളുടെ കയ്യിലുള്ള മെറ്റീരിയൽ കൊണ്ടല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ നമ്മളുടെ കയ്യിൽ എപ്പോഴാണോ വരുന്നത് അതിൻ്റെ ഒരു ടൈമെല്ലാം നമ്മൾ കസ്റ്റമറിന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം അഥവാ മെറ്റീരിയൽ നമ്മളുടെ കയ്യിലെത്താൻ താമസിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ ചോദിക്കും, ഞങ്ങൾ നേരത്തെ ഓർഡർ തന്നതല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ചതെന്നുള്ളത് അത് നമ്മളുടെ ഭാഗത്തെ ഒരു ഫോൾട്ടായിട്ടേ വരുള്ളൂ. അതുപോലെ തന്നെ പൊതുവെ നമ്മൾ കസ്റ്റമൈസേഷൻ ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്ത് കൊടുക്കുമ്പം നമ്മൾക്ക് നല്ല രീതിയിൽ ട്രാവൽ എക്സ്പെൻസും അതുപോലെ ടൈമും എല്ലാം നോർമലി ഒരു ടോപ്പ് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ചിലവാകുന്നുണ്ട്. അതിൻ്റെ കാരണം ഇപ്പം നമ്മൾ നോർമലി ഒരു കസ്റ്റമർ ഷോപ്പിൽ വന്ന് മെറ്റീരിയൽ തന്ന് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ കസ്റ്റമറിന് ഡിസൈൻ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ടൈമാണ് നമുക്ക് ചിലവാകുന്നത്. എന്നാൽ നമ്മൾ അല്ലാതെ ഓൺലൈനായിട്ടുള്ള കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ മെറ്റീരിയൽ പുറത്തുനിന്ന് വാങ്ങിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം എത്ര തന്നെയാണേലും നമ്മൾ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ടൈം, അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓൺലൈൻ വർക്കുകൾക്ക് നമ്മൾ കസ്റ്റമറിന് അപ്ഡേറ്റ്സ് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മൾ നേരിട്ട് പോയാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാവൽ എക്സ്പെൻസ്, ടൈം, അതുപോലെ തന്നെ അഥവാ മറ്റ് ഷോപ്പുകളിൽ നിന്ന് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ഉള്ള ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വരുമ്പം അതിനുള്ള ഡെലിവറി ചാർജ്, അതുപോലെ തന്നെ നമുക്ക് പോയി അതെടുക്കുമ്പോൾ വരുന്ന എക്സ്പെൻസ്, അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ടൈമും പണവും നമുക്ക് ചിലവാകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ടും കസ്റ്റമറിനെ ഇൻഫോം ചെയ്തിരിക്കണം. അതുപോലെ സ്വന്തമായിട്ട് അളവെടുത്ത് നമ്മൾക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ അളവുകളാണ് വേണ്ടത്, എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അഥവാ എന്തെങ്കിലും ഓൾട്രേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന കാര്യവും അവരെ ഒന്ന് പറഞ്ഞ് ധരിപ്പിക്കുക. കൂടുതൽ ടിപ്സും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ചെയ്ത ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ.